ചെന്നൈയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുറേ സാധനങ്ങൾ ഇപ്പോഴും ചെന്നൈയിൽ തന്നെ ഉള്ളത്. ബിക്കോസ് ഞാൻ അവിടെ നിന്ന് ഡയറക്റ്റ് പോയത് ദുബായിക്ക് ആയതുകൊണ്ട് എൻ്റെ എല്ലാ സാധനങ്ങളും എടുക്കാൻ പറ്റിയില്ല. സോ ആ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെയും ചെന്നൈക്ക് പോയി. ഇത്രയും മഴയത്ത് കുറേ നേരം ട്രൈ ചെയ്തിട്ട് എനിക്കൊരു റാപ്പിഡോ ബുക്ക് ആയത്. അവിടുന്ന് ഞാൻ നേരെ എൻ്റെ ഫ്രണ്ടിന്റെ റൂമിലേക്കാണ് പോയത്. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ആസ് യൂഷ്വൽ സൺറൈസ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഏർലി മോർണിംഗ് ഇങ്ങനെ ബീച്ച് സൈഡിൽ വന്നിരിക്കാൻ പറ്റില്ല, എന്റെ വീട്ടിൽ നിന്ന് വിടൂല. അതുകൊണ്ട് ഞാൻ എപ്പോൾ ചെന്നൈയിൽ വന്നാലും ഞാൻ ആദ്യം ചെയ്യുന്ന കാര്യം ഇതാണ്. ഇവിടുന്ന് തിരിച്ച് റൂമിലേക്ക് പോയി കുറച്ചു നേരം കിടന്നുറങ്ങി പിന്നെ എഴുന്നേറ്റ് അടുത്ത പരിപാടി ഉണ്ട്. വി ആർ ഗോയിങ് ഫോർ എ മൂവി. നമ്മുടെ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുടെ ജനനായകൻ മൂവി റിവ്യൂ പറയാൻ മാത്രമുള്ള ബുദ്ധി എനിക്കില്ല. അതുകൊണ്ട് ഞാൻ അതിനെ പറ്റി ഒന്നും പറയുന്നില്ല. ടെക്നിക്കലി ഈ മൂവി കഴിഞ്ഞിട്ട് ഇന്ന് രാത്രി 8 മണിക്ക് എനിക്ക് ട്രെയിൻ കയറേണ്ടതാണ്. ബട്ട് ഇന്നലെ രാത്രി 8:10 എൻ്റെ ട്രെയിൻ സക്സസ്ഫുള്ളി. എൻ്റെ ട്രെയിൻ ഇന്നലെ മിസ്സായി. ഞാനൊരു ഊബർ ബുക്ക് ചെയ്തു. ബിക്കോസ് എൻ്റെ കയ്യിൽ കുറേ ലഗേജസ് ഉണ്ട്. ഇതൊക്കെ എടുത്തിട്ട് എനിക്ക് ബസ്സിന് പോകാൻ പറ്റില്ല. സോ ഊബർ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് മിനിറ്റിൽ പുള്ളിക്കാരൻ അതങ്ങ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. 6:40 ആകുമ്പോൾ പുള്ളി ക്യാബ് ക്യാൻസൽ ചെയ്തു. പിന്നെ ഫോൺ വിളിച്ചിട്ട് എടുക്കണില്ല. അതിനുശേഷം ഞാൻ അഗെയിൻ ക്യാബ് ബുക്ക് ചെയ്തു. അത് ആക്സെപ്റ്റ് ആയത് 7 മണിക്കാണ്. സോ 1 hourൽ എങ്ങനെ പോയാലും ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ എത്തൂല എന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു. സ്റ്റിൽ ഐ ട്രൈഡ്. ആ ക്യാബ് ചേട്ടൻ ഇവിടെ വരെ വന്ന് എന്നെ പിക്ക് ചെയ്ത് പകുതി വഴി പോയപ്പോൾ പകുതി പോലും എത്തിയില്ല. അപ്പം തന്നെ 7:30 മേലെയായി. സോ പോയ പോലെ ഞങ്ങൾ തിരിച്ചു പോകും. നാളത്തേക്ക് ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ എനിക്കറിയില്ല. ഇവിടെ എനിക്ക് നിൽക്കാൻ റൂം പോലും ഇല്ല. റൈറ്റ് നൗ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ റൂമിലേക്കാണ് തിരിച്ചു വന്നത്. പക്ഷെ നെക്സ്റ്റ് ട്രെയിൻ ഞാൻ മിസ്സാക്കിയില്ല, അതെനിക്ക് കിട്ടി. കാരണം ഇതുകൂടി മിസ്സായി കഴിഞ്ഞാൽ എനിക്കിനി ഇവിടെ നിൽക്കാൻ സ്ഥലമില്ല. ട്രെയിനിലെ ഫുഡ് എനിക്ക് അത്ര വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് നൈറ്റ് ഞാൻ സ്വിഗ്ഗിയിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്തു. പിറ്റേന്ന് രാവിലെ 3:30 ഞാൻ പയ്യന്നൂരെത്തി. തിരിച്ചു വന്നപ്പോൾ ഇവിടെ നല്ല മഴ. ഇത്രയും ലഗേജും വെച്ച് വീട്ടിലേക്ക് മഴ നനയാതെ ഇറങ്ങാൻ പറ്റൂല. അതുകൊണ്ട് ഞങ്ങൾ മഴ കുറെ കാത്തിരുന്നു ഓട്ടോയിൽ തന്നെ. അന്ന് ഞാൻ എഴുന്നേക്കാൻ കറക്റ്റ് 11 മണിയായി. ഇനിയാണ് പണി മൊത്തം. കൊണ്ടുവന്ന പെട്ടിയൊക്കെ അൺപാക്ക് ചെയ്ത് അതൊക്കെ അതത് സ്ഥാനങ്ങളിൽ എടുത്ത് വെക്കണം. എന്താണെന്നറിയില്ല, പണിയെടുക്കാൻ മാത്രം എനിക്ക് ഇഷ്ടമല്ല. നൈറ്റ് ഫുള്ള് മഴ നന്നായിട്ട് പെയ്തതിന്റെ എല്ലാ സിംറ്റംസും ഇന്ന് മുറ്റത്ത് കാണാം. ഒരു 3 പെട്ടി സാധനങ്ങളുണ്ട് എനിക്ക് അൺപാക്ക് ചെയ്ത് വെക്കാനായിട്ട്. പക്ഷെ ഇതൊന്നുമല്ല, എൻ്റെ യുക്കുലേലിയുടെ അവസ്ഥ കണ്ടിട്ടാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. അത് പൊട്ടിത്തരിപ്പണമായി പോയി. ഇത് ശരിയാക്കി തരാൻ പയ്യന്നൂർ ആരെങ്കിലും ഉണ്ടോ എന്ന് പോലും എനിക്ക് അറിയാൻ പാടില്ല. ഇനിയിപ്പോൾ അത് തപ്പി നടക്കണം ഞാൻ. പക്ഷെ ഇന്നിപ്പോൾ ഇതിനൊന്നും സമയമില്ല. ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് എനിക്ക് കസിൻസിന്റെ കൂടെ ഒരു സ്ഥലത്ത് പോകാനുണ്ട്. നമുക്കിന്ന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി കണ്ണൂർ വരെ പോകണം. എൻ്റെ കമ്മല് എനിക്കുണ്ട്. നമുക്ക് തീരെ പറ്റാത്ത പരിപാടിയാണ് ഈ ഓഫ്ലൈൻ ഡ്രസ്സ് എടുക്കാൻ പോലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു 1-2 ഡ്രസ്സ് നോക്കിയപ്പോൾ തന്നെ ഞാൻ സൈഡായി. അത് കഴിഞ്ഞിട്ട് ഞാൻ യമനും കുട്ടി നേരെ പോയി കൊറിയർ ഓഫീസിലേക്ക്. എൻ്റെ ഫ്രണ്ടിന് കുറച്ച് പെർഫ്യൂംസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങി അയച്ചു കൊടുത്തു. തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ബാക്കി 3 ആളും വീട്ടിൽ ഹാജർ. ഇത് വളരെ റെയർ ആയിട്ടുള്ള ഒരു ഫിനോമിനനാണ്, നമ്മൾ 5 പേര് ഇങ്ങനെ ഒരുമിച്ച് കൂടുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇവരൊക്കെ തിരിച്ചു പോകാൻ ഇന്നിനി ഏതായാലും രാത്രിയാവും. കാരണം എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ പറഞ്ഞു തീർക്കണമല്ലോ. അപ്പോൾ അത്രേ ഉള്ളൂ. എന്നാ പിന്നെ ഞാൻ പോയിട്ട് പിന്നെ വരാം.